ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷയുമായി നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുവാൻ സർവകൃപാലുവായി ദൈവം നൽകിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. ഈ ശുശ്രൂഷ അനേകരുടെ അനുഗ്രഹത്തിനും നന്മയ്ക്ക് കാരണമാകുന്നു എന്ന് അറിയുന്നതിൽ അതിയായ സന്തോഷം. ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ മാന്യരായ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹോദരങ്ങളെ അറിയിക്കുന്നു. ഇന്ന് നമുക്ക് വായിച്ചു കേൾപ്പാനുള്ളത് സ്വയം പുകഴ്ചയ്ക്ക് വേണ്ടിയല്ല, ദൈവമഹത്വത്തിനായി ധനം നിക്ഷേപിക്കുക. ഇവിടെ അതിന്റെ മനപ്പാഠവാക്യം നൽകിയിരിക്കുന്നത് ഡംഭിച്ച് ഇനി സംസാരിക്കരുത്, നിങ്ങളുടെ വായിൽ നിന്ന് അഹങ്കാരം പുറപ്പെടരുത്. യഹോവ ജ്ഞാനമുള്ള ദൈവം, അവൻ പ്രവൃത്തികളെ തൂക്കി നോക്കുന്നു. 1 ശമൂവേൽ 2:3. നമുക്കറിയാം, ഇവിടുത്തെ ആദ്യത്തെ മനപ്പാഠവാക്യം തന്നെ പറയുന്നത് ഡംഭിച്ച് ഇനി സംസാരിക്കരുത്. അതായത് പൊതുവെ ഒരു വ്യക്തിയുടെ ഭാഷാ ശൈലി എങ്ങനെ ആയിരിക്കണമെന്ന്, അല്ലെങ്കിൽ ഏത് നിലയിലായിരിക്കണം മറ്റുള്ളവരുമായി ആശയവിനിമയത്തിൽ ഏർപ്പെടുമ്പോൾ അവരുടെ വാക്കുകൾ എപ്രകാരമായിരിക്കണമെന്നൊക്കെ നമുക്ക് വിശുദ്ധ തിരുവചനം അരുളി ചെയ്തതായി കാണുവാൻ കഴിയും. അവിടെ പറയുന്നത്, നിങ്ങളുടെ വാക്ക് ഉപ്പിനാൽ രുചി വരുത്തുന്നതും കൃപയോട് കൂടിയതും ആയിരിക്കട്ടെ എന്നാണ്. ഇവിടെ ചില കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മനോഹരമായ മണിസൗധങ്ങളൊക്കെ കെട്ടിപ്പൊക്കി ആഡംബര ജീവികൾ തങ്ങളുടെ ആഡംബരത്തിനു വേണ്ടി മണിസൗധങ്ങളിൽ അത് വളരെ സന്തോഷപൂർവ്വം കഴിയുമ്പോൾ അതിന്റെ മനോഹാരിതകളെയൊക്കെ രാത്രിയുടെ യാമങ്ങളിൽ അവർ വർണ്ണിക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ഇതിനൊന്നും അവസ്ഥയില്ലാത്ത സാധാരണക്കാരെ കുറിച്ച് അവരാരും ചിന്തിക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കും. പൊതുവെ മനുഷ്യൻ സ്വയത്തിൽ ആശ്രയിക്കുന്നവനും സ്വയത്തിൽ പ്രശംസിക്കുന്നവനും സ്വയത്തിൽ പലതും ചെയ്യുവാൻ ശ്രമിക്കുന്നവനുമാണെന്ന് കാണുവാൻ തക്കോണം സാധിക്കും. കാരണം നമുക്കറിയാം, കേരളം ഒഴികെ മറ്റേത് ഇതര സംസ്ഥാനങ്ങളിൽ പോയാലും നമുക്ക് കാണുവാൻ കഴിയും മണിസൗധങ്ങൾ, മണിമേടകൾ കേരളത്തിന്റെ മണ്ണിലാണ് അധികമായി കാണുവാൻ കൊണ്ട് സാധിക്കുന്നത്. മറ്റിതര സംസ്ഥാനങ്ങളിലൊന്നും അങ്ങനെയുള്ളതായ വലിയ കൊട്ടാര തുല്യമായ വീടുകളൊന്നും കാണുവാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ വലിയ മണിസൗധങ്ങളൊന്നും കാണുവാൻ കഴിയുകയില്ല. എന്താണ് ഇതിന്റെ പിന്നിലെ കാരണമെന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ അഹങ്കാരമാണ്, പണത്തിന്റെ തിമിർപ്പാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ നാം സഹജീവികളോടുള്ളതായ നമ്മുടെ കടപ്പാടുകൾ പലപ്പോഴും അനുവർത്തിക്കാതിരിക്കുന്നതായ ഒരു സാഹചര്യമാണ് ഇത്തരണത്തിൽ നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നത്. സഹജീവികൾ എങ്ങനെ ഇരിക്കുന്നു, അവരെങ്ങനെ കഴിയുന്നു എന്ന് ഒരു നിമിഷം പോലും ചിന്തിക്കാതെ കഴിഞ്ഞു പോകുന്നതായ ഒരു അവസ്ഥ. കാരണം ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ അത് വീടുകളുമില്ല, കൂടുകളുമില്ല, അല്ലെങ്കിൽ അവർക്ക് നേട്ടങ്ങളുമില്ലാതെ അവർ കഴിഞ്ഞുകൂടുമ്പോൾ ഇതിനേക്കാളൊക്കെ ഉപരിയായി ശ്രേഷ്ഠതയുടെ പടവുകളിൽ അവർ സഞ്ചരിക്കുന്ന പ്രിയപ്പെട്ടവർ ചിന്തിക്കണം. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. ഞാൻ 4 നേരം ആഹാരം കഴിക്കുന്നവനെങ്കിൽ ഒരു നേരം ആഹാരത്തിന് മാർഗമില്ലാതെ സമൂഹത്തിൽ ദീനരാധനയോടെ കഴിയുന്ന സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളെ നാം ഓർക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഈ ഉന്നതമായ കെട്ടിടങ്ങൾ ഉയർന്നു വന്നപ്പോൾ അവയുടെ വ്യാമോഹികളായ ഉടമസ്ഥർ ഏറെ ആഹ്ലാദിച്ചു. സ്വയം സംതൃപ്തിക്ക് വേണ്ടി ചെലവഴിക്കാനും അയൽക്കാരുടെ അസൂയയെ പ്രകോപിക്കുവാനും കഴിഞ്ഞതിനാലാണ് അവർ ആനന്ദിച്ചത്. ഇപ്രകാരം അവർ ചെലവാക്കിയ പണത്തിന്റെ അധിക ഭാഗവും പിടിച്ചുപറിച്ചതും സാധുക്കളെ പിഴിഞ്ഞെടുത്തതും ആയിരുന്നു. ഓരോ തൊഴിൽ വ്യാപാര ഇടപാടിന്റെയും കണക്ക് സ്വർഗത്തിൽ സൂക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് അവർ ഓർത്തില്ല. അന്യായമായ ഏത് ഇടപാടും ഓരോ വ്യാജ പ്രവൃത്തിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ തട്ടിപ്പിലും
ധിക്കാരത്തിനും സ്ത്രീ പുരുഷന്മാർ ഒരു ഘട്ടത്തിൽ എത്തിച്ചേരും. അവിടം കടന്നു പോകുവാൻ കർത്താവ് അവരെ അനുവദിക്കുകയില്ല. മാത്രമല്ല, ദൈവത്തിന്റെ ദീർഘക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ടെന്ന് അപ്പോൾ അവർ പഠിക്കും. നമുക്കറിയാം, സാധാരണക്കാരായ മനുഷ്യ ജീവിതങ്ങൾ ഇവിടെ ഹോമിക്കപ്പെടുകയുണ്ടായെന്നുള്ള ചരിത്രം, ഇന്ത്യ ചരിത്രം പഠിക്കുമ്പോൾ, കേരളത്തിന്റെ അരിമ പഠിക്കുമ്പോൾ, അത് ഇവിടെ സമൂഹത്തിൽ ഏറ്റവും ദീനരോധനത്തിലായിരുന്ന സാധാരണക്കാർ അനുഭവിച്ചതായ വ്യതകളും വേദനകളും ഒക്കെ എല്ലാവർക്കും മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മണിസൗധങ്ങൾ പണിയരുതെന്ന് ആരും പറയുന്നില്ല. നീ മണിസൗധങ്ങൾ പണിത് അതിൽ സുഖലോലുപനായി വാഴുമ്പോൾ സമൂഹത്തിന്റെ ഉത്തരവാദിത്വം, സമൂഹത്തിൽ ദീനരോധനത്താൽ കഴിയുന്ന ഒരുപറ്റം ജനത്തിന്റെ ദുഷ്കരമായ സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞ് അവരെയും ചേർത്ത് പിടിക്കുവാൻ നമ്മൾ നന്മ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ, അവരെയും ചേർത്ത് പിടിക്കുവാൻ, അവരെയും അടുത്ത് പിടിച്ചുകൊണ്ട് ഉന്നതമായ ശ്രേയസ്സിലേക്ക് കൊണ്ട് എത്തിക്കുവാൻ നമുക്ക് പലതും ചെയ്യുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നതായ, ദൈവത്തിൽ ആശ്രയിക്കുന്നതായ, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതായ, ദൈവം നൽകിയ നന്മകൾക്ക് ഒത്തവണ്ണം ദൈവത്തിനു വേണ്ടി നിലകൊള്ളുവാൻ നമുക്ക് കഴിയുമോ? അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ ധിക്കാരവും ഡംബിച്ചുള്ളതായ സംസാരവും നമ്മുടെ അഹങ്കാരവും ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ മനുഷ്യനായി തീരുവാൻ ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനും മഹാപരിശുദ്ധനും സ്നേഹസമ്പൂർണനുമായിരിക്കുന്ന സ്വർഗത്തിലെ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. രോഗത്താൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ജന്മദിനം അനുസ്മരിക്കുന്ന പേരിലെ പ്രിയപ്പെട്ടവരുണ്ട്. വിവിധങ്ങളായ വിഷയങ്ങളുടെ മുൻപിലായിരിക്കുന്നവർ എല്ലാവരും ദൈവകരങ്ങളിൽ ഒരിക്കൽ കൂടെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷ അനേകരുടെ ജീവിതത്തിലെ നന്മയ്ക്കും അനുഗ്രഹത്തിനും കാരണമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ ഏറ്റവും താഴ്മയേടുകൾ അപേക്ഷിക്കുമ്പോൾ കരുണയുള്ള ദൈവമേ, കൃപയുടെ യാചനകൾക്ക് മാറാകണമേ. ആമീൻ. ഈ പ്രഭാതവേളയിൽ ഞങ്ങളെ ശ്രവിച്ച എല്ലാ ദൈവമക്കളോടുമുള്ളതായി നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ഒരു പ്രഭാതം കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.